ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ട്രിപ്പ് പോയാണ് ഗൈസ്. എങ്ങോട്ടാ പോണേ? രാജസ്ഥാൻ. നമ്മൾ രാജസ്ഥാനിൽ എത്തിയിട്ട് ശേഷം ആദ്യം പറയാൻ പോകുന്നത് ഖമ്മാ ഖണി. എന്ത് ഗെയിംസ് കളിക്കാൻ പോകുന്നത്? നമ്മൾക്ക് ഒന്നും ഇല്ല കേട്ടോ. എന്തുണ്ട്? ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ 10:30 അലാറം വെച്ച് എണീറ്റ്. എന്തിനാ നമ്മളിപ്പോ എത്താൻ പോണത്? എവിടെയെന്ന് അറിയാമോ? ഗോവ. പേരൊക്കെ മുന്നെടുത്ത് നമുക്ക് ചെന്നിറങ്ങാം. ഗോവ ഗൈസ്, ഗോവ. എവിടെയൊക്കെ പോയി? സൗത്ത് ആഫ്രിക്ക വരെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഗോവയ്ക്ക് പോയിട്ടില്ല. ഗോവ ഇപ്പൊ കണ്ട്. ഐ ലവ് ഗോവ. നല്ല ക്ലീൻ അല്ലേ? ക്ലീനാണോ? നല്ല ക്ലീൻ. ആരൊക്കെ തന്നു ഞാൻ കൊടുക്കുന്നത്. ഗൈസ്, ഗോവയുടെ മുറ്റത്ത് ഞങ്ങൾ കാല് കുത്തിയിരിക്കുകയാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ ഡ്രസ്സൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. മഹാരാഷ്ട്ര പൻവേലെത്തി ഞങ്ങൾ. ഒരു ടൈപ്പ് ഓഫ് പക്ഷിയാണോ? ഭയങ്കര ചിന്തയിലാണ് എളുപ്പമുള്ളൊരു ട്യൂൺ വിളിച്ചിട്ട് അവർക്കത് പാടാൻ പറ്റുന്നില്ല. ഞങ്ങൾ ജയിച്ചു. കൈയടിക്ക്. ഞങ്ങൾ ജയിച്ചു, സമ്മതിച്ചതാ. ഏത് കളി കളിച്ചാലും ജയിക്കുന്നു ഞങ്ങൾ. ഞങ്ങൾ ജയ്പൂർ എത്താറായി. അപ്പത്തേക്കും ഞങ്ങളൊരു കള്ളനും ബോൾസും കളിച്ച് അതിനും ഞാനാണ് ജയിച്ചത്. ഭയങ്കര ക്രൗഡഡും ഭയങ്കര വൃത്തിയില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ. പുറത്തുനിന്ന് നല്ല ലുക്കൊക്കെ ഉണ്ട്. आपका नाम है सुरेंद्र सिंह? हेलो. हाँ, वीडियो बना रहे. ജയ്പൂറിൻ്റെ അകത്തെ പിങ്ക് സിറ്റി മൊത്തം ഇതുപോലത്തെ മതിൽ വെച്ച് കെട്ടി വെച്ചേക്കും. ഓരോ ഗേറ്റിനും ഓരോ പേരുണ്ട്. ഇതിന്റെ പേരാണ് ചാന്ദ്പോൾ. മൊത്തം ഈ കളറാ ബിൽഡിങ്. അതാണ് പിങ്ക് സിറ്റി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഗൈസ്, നമ്മൾ സ്റ്റേ ചെയ്യണ റൂം വന്നു. ഭയങ്കര ക്യൂട്ട്, ഭയങ്കര നല്ലതാ. കാണിച്ചരാ. ഇപ്പം ഞങ്ങൾ റൂമിലെത്തി, എല്ലാം സെറ്റായി. ഇനി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഫസ്റ്റ് ഡേ ജയ്പൂർ ലുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഇതാ ഫസ്റ്റ് ലുക്ക്. ഒരു ഷോർട്ട് കുർത്തിയും ഒരു ജീൻസ്. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു. ഇനി അങ്കിലെ നീനയും അവരും കൂടി റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഒരു കൊച്ചു പട്ടം പറപ്പിക്കുന്നതാണ്. പിന്നെ കൊറേ മല. ഇതാ എന്റെ ഔട്ട്ഫിറ്റ്. നമ്മുടെ അവിടെ ഫുൾ മിറർ ഇല്ല, ബോയ്സിന്റെ റൂമിലേ ഉള്ളൂ. ഗൈസ്, അങ്കിത റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നീന കൂടി ബാക്കി. ഞങ്ങൾ എന്തായാലും ഇന്നൊരു റീൽ എടുക്കാൻ പ്ലാനിലാണ് ഗൈസ്. വിഷ് us all the best. നമ്മള് ഫസ്റ്റ് തന്നെ വന്നേക്കണത് ഖസാന മഹൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. എൻട്രി ഫീ 350. കുഴപ്പമില്ല, നമ്മൾ കയറുന്നു. ഇവിടെ ഡാൻസ്
ഇതാണ് ഈ ഖസാന മഹൽ. ഇതിൻ്റെ അകത്ത് കയറാൻ പോകുന്നത് നമ്മൾ. കണ്ടോ, ഞങ്ങൾക്കൊക്കെ ഷൂ കവർ തന്നു. ഖസാന മഹൽ. और जयपुर की महारानी थी सवाई मान सिंह द्वितीय जी की तीसरी पत्नी. अपने जमाने की ये मिस वर्ल्ड. ഇത് രാജാവിൻ്റെ മാല. ഈ രാജാവാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ. ഈ രാജാവിന് 30 ഭാര്യമാരുണ്ടായി. 30. 100 വർഷം മുമ്പുള്ള ജയ്പൂറാണ് ഈ കാണുന്നത്. എന്തോ പോലെ. ഫുൾ മിററാണ് ഇവിടെ. എടി അങ്കിതേ, അത് നമ്മുടെ ബാഹുബലിയുടെ ഭാര്യയല്ലേ? ദേവസേനല്ലേ? ദേവസേന. ചെയ്തത് തെറ്റ്. എന്ത് ഇവിടെ വന്നിരിക്കുന്നത്? എല്ലാരും ഉണ്ട്. പ്രീതി സിൻഡ, രേഖ, അമിതാഭ് ബച്ചൻ, സൽമാൻ ഖാൻ. ഓ, ജ്വല്ലറിന്റെ ഇതാണ്. ആഷല്ലേ? ഇത് ഐശ്വര്യല്ലേ? Salman Khan, famous movie star Salman Khan wore this kalangi in the movie Veer. ഇതും സൽമാൻ ഖാൻ ഇട്ടതാ വീറിൽ. ഇത് ജാക്കി ഷ്രോഫ് ഇട്ടത് കലാങ്ങി. ഇതൊക്കെ എഴുതിയിട്ടില്ല. ഇത് ഹേമ മാലിനി ഇട്ടത്. ഇത് മാധുരി ദീക്ഷിത് ദേവദാസിലിട്ടത്. ബ്രൈഡൽ ജ്വല്ലറി. സ്റ്റോൺസ് വെച്ച് ചെയ്തേക്കണം. കൊഹിനൂറിന്റെ റിപ്ലിക്ക. നമ്മുടെ സാധനം ബ്രിട്ടീഷേഴ്സ് എടുത്തോണ്ട് പോയി. അപ്പൊ നമ്മൾ അതിന്റെ റെപ്ലിക്ക വെച്ച് സമാധാനിക്കുന്നു. പ്രജൻ ചോദിക്കുക ഞാൻ ഇതിന്റെ ഇടക്ക് എന്നിട്ട് പ്രജൻ എങ്ങനെ കാണിക്കട്ടെ എന്ന്. എങ്ങനെ കാണിച്ചേ? ധൂമിലെ ഹൃതിക് റോഷൻ. നമ്മൾ റീലിനുള്ള സ്ഥലം നോക്കുക. അത്ര ആയപ്പോഴത്തേക്ക് ലൈറ്റ് ഒക്കെ ഇട്ടേ. ഇവിടെ മാജിക് ഷോ നടക്കണ്ട, അത് കാണാമെന്ന് വിചാരിച്ചു. हाँ करो. देखो हमारे पास जादू वाली छड़ी. इसमें देखो 3 करामाती जमीन पे लगाएंगे, हाथ खाली है, हाथ पे लगाते. थोड़ा सा माटी उठाएंगे, ऊपर से बोल देते घुचड़ू भाई 1 कॉइन बनाया. हाँ जी सर, आपके साथ ही खाते. एक मिनट इधर जी. क्या नाम है आपका? बहुत दिन से ढूंढ रहे थे, आज मिल गए सेठ जी. ओके, दोनों कॉइन आपको देते हैं. मुट्ठी में बंद करना, फूक लगाना, नीचे रखना. 100 का नोट बनेगा, लेके मत जाना. चलो भाई 1 2 3 मूव राइट, ठूस लंडूरी पकड़ो, मुट्ठी में बंद करो. हाँ बंद करो, फूक लगाओ, नीचे फेंको, छोड़ो. ये देखो, अरे मजाक मत करो. कॉइन रखो. ये हमारा कॉइन रख लिया. नहीं आपके पास कोई नहीं, आप वहीं बैठो, हम ले लेते हैं. 1 2 3. मैडम जी आ जाओ, आपके पास कोई नहीं. ये देखो सेठानी जी के पास कोई नहीं. कॉइन दे दीजिए हमारा. ऐसा लंबा हाथ करो, दोनों लंबा हाथ कर लीजिए. ये लटक रहे, थोड़ा सा ये हलाओ, निकलो. हाँ अभी तक मैं इधर आ जाओ. आप അങ്ങോട്ട് പോ. കാണത്തില്ലാന്നൊക്കെ. क्या नाम है आपका? നീന. 1 2 3 ये बोले हमारे पास. बॉल में फूक लगा देना. कहाँ 1 2 3 പറയണേ. പറയുമ്പോ ഊതണേ. ये लोग फूक लगाना है इसमें. ओके, फूक लगाओ. आप जोर के लगाओ, थूक मत देना. ओके, തുപ്പണ്ടാന്ന്. തുപ്പണ്ട, ഊന്ന് ഊതാൻ.
बोल गायब हो जाएगी, आपके पेट में जाएगी, मुंह से बाहर आएगी। ओके, ये देखो कैसे बाहर आएगी। मुड़ रही, ठूस लंडोरी, फूक लगाओ, जोर के लगाओ। बुलाया अंदर रहने दे, बोलो वापस बुलाओ, ये लो, वापस बुलाओ तो परा चलो वापस बुलाते। बॉक्स है, बॉक्स में बाहर आएगी, फूक लगाओ इसमें। बोल बाहर नहीं, मुंह खोलो आपका, मुंह खोलो। ആന്ന് പറ. आगे करो, और आगे करो। അയ്യോ हाँ दे दीजिए। 1 2 3 मुट्ठी में बंद करो, फूंक लगाओ इसमें। मैडम ये गायब हो जाएगा, इतना बड़ा सांप बन जाएगा आपके हाथ में। ओके, स्नेक बनेगा। ओके, 1 2 3 एक 500 का नोट बनेगा, अंदर हाथ डालना, दोनों निकालना। बिल्कुल खाली है, ना तो इसमें नोट है ना कोई सांप है। छोड़ दीजिए इसमें, छोड़ो इसमें, चलो भाई छोड़ो। नोट और सांप लेके आओ मैडम के लिए। ठूस लंडूरी घुस जाओ, अंदर हाथ डालो, निकालो जल्दी मैडम। अरे मैडम निकालो जल्दी, हाँ निकाल लीजिए, फटाफट निकालिए। डरने वाला मेडिसिन अंदर हाथ डाल के निकालो जल्दी। ये आपका नोट वापस आ चुका है, गर्मा गर्म। ओके सर, यही नोट है आपका? नहीं देखो, खुशी से इनाम बख्शिश दिया था वो हवा में काला नोटो. कोई बात नहीं, बोलो आबरा कडाबरा, गिली छू, खुश लंडूरी। नोट वापस आ चुका, अंदर हाथ डालो, निकालो एक सांप जल्दी। अरे निकालो जल्दी, नोट निकालिए यहाँ, निकाल लीजिए जल्दी, फटाफट निकालिए। हाँ चलो भाई। ये आपका नोट वापस आ चुका, दे दिए नोट, आप बैठ जाइए। ये लीजिए सर आपका। देख रहे हैं, ये ऑर्गेनिक कलर है। इसको डाई बनाने के बाद में इससे कपड़े पे छपाई की जाती है। ये फर्स्ट ब्लॉक होता है मास्टर ब्लॉक, जो कपड़े पे आउटलाइन बनाने के काम में आता है, इस टाइप से। सेकंड ब्लॉक आता है, ये देखिए, सब कपड़े का बैकग्राउंड कलर चेंज करने के लिए कपड़े को डाई करते हैं हर्बल पाउडर में। ये नॉर्मल पाउडर नहीं है, हर्बल पाउडर है। 25 जड़ी बूटी यूज़ करते हैं इसमें, आंवला, रीठा, शीठा, नीम की पत्ती, कच्चा नार का दाना, इमली का बीज। उसको डालने के बाद देखेंगे तो पानी का बैकग्राउंड कलर चेंज नहीं होगा, पानी का बैकग्राउंड कलर वही रहेगा, देखिए आप। बट इसी में देखिए अपन कपड़े को डाई कर लेंगे। ये ऑर्गेनिक है, नेचुरल है, कोई आपको केमिकल नहीं है, कोई रिएक्शन नहीं करता। ये देखिए नेचुरल डाई का प्रोसेस होता है ये। एक हम लोग बनाते हैं का पश्मीना, जो अपने बॉडी के टेम्परेचर के अकॉर्डिंग गरमाहट देता है। ये रजाई आप लोग फुल गर्मी में इसको यूज में लेते हैं ना, फुल गर्मी होता है ना तो ठंडा होता है, ठंडी में गरमाहट देता है। പുറത്തെ പൂള് കഴുത്തിലെ പൂള്. दिखाओ दिखाओ, बोलो ना इनको भैया फिर। बोलो ना भैया, സൂപ്പർ ക്വാളിറ്റി. ഏറ്റവും അടിയിലത്തെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, പിന്നെ അടുത്ത വന്നപ്പോ അതിൽ ഇഷ്ടപ്പെട്ടു, പിന്നെ जैसे हमारे തണുത്ത് വിറയ്ക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. തണുത്ത് വിറയ്ക്കുന്നു. അത് മണാലിയിലൊന്നും അപ്പൊ വന്ന എന്തായിരിക്കും അവസ്ഥ? ജീനെ പറഞ്ഞു കൊടുക്ക്, ജീനെ. ഞാൻ എന്റെ ജീനയും കൂടെ അനുഭവിച്ചു വെച്ച് നോക്കുമ്പോ ഇത് നോർത്ത് ഇന്ത്യൻ സമൂസ, കച്ചോറി. ഇതെന്താ നോൺ വെജാ വെജാ? എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഇതൊന്ന് പിടിക്കും, അപ്പത്തേക്ക് സാധനം തരുമോ? കുൽഹഡ് വാലി ചായ. മാഗി വന്നിട്ട് ഗൈസ്, നമ്മളെവിടെ പോയാലും മാഗി അയ്യോ. സാധനം കാണിച്ചുതരാം. നമ്മൾ വന്നേക്കണത് ജൽ മഹലിലാണ്. വെള്ളത്തിന്റെ നടുക്ക് ഒരു മഹൽ ഉണ്ട്. കുറച്ചുകൂടി അടുത്തേക്ക് പോയി കാണാം. റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ കച്ചവടക്കാരും, നമ്മുടെ മറൈൻ ഡ്രൈവൊക്കെ പോലെ. ജൽമഹൽ കാണുന്നുണ്ടോ പുറകിൽ? നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? പുഴ, വഴി കാണിച്ചരാം. അതിന്റെ റിഫ്ലക്ഷനാണ് താഴേക്ക് കറക്റ്റ് കാണുന്നത്. ഇതെന്താ? തുജ്മേ റബ് ദിഖ്താ ഹൈ യാരാ मैं क्या करूं, तुझमे रब दिखता है. സ്ട്രീറ്റ് ഡാൻസാ. ഓക്കെ, കല്ലാണത്, കല്ല്. ये क्या है भैया? वॉल हैंगिंग है. ഓ കൊള്ളാം. ഇത് നിനക്ക് വേണം ഇത്രയും അല്ലേ?
राजकुमारी पद्मावती पधार रही है. झांसी रानी. ഇതൊരു വീടാണ് ഗൈസ്, ഇതൊരു വീടാണ്. രാജസ്ഥാന്റെ സിറ്റിക്ക് നടുക്ക് ഒരു കൊട്ടാരം പോലൊരു വീട്. ചിക്കൻ, വൈറ്റ് റൈസ്, നാൻ, പിന്നെ സേവ് ടമാറ്റർ എന്ന് പറഞ്ഞ കറി, പരിപ്പ് കറി, അങ്ങനെയൊക്കെ ഫുഡ് കഴിച്ച് വെറുതെ നടക്കാൻ ഇറങ്ങിയേക്കണേ. ചായ കുടിക്കാൻ വേണ്ടി. പ്രിൻസസ് ട്രീറ്റ്മെന്റ് ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഉള്ളതുകൊണ്ട് മാത്രം നേരത്തെ എണീറ്റ് പോണേ കഴിക്കാൻ. ഗുഡ് മോർണിംഗ് ഗൈസ്. പേടിക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഞാൻ ഇവിടുത്തെ ലോക്കൽ ഡ്രസ്സൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് റെൻ്റ് എടുത്തതൊന്നുമല്ല, എൻ്റെ കയ്യിൽ നാട്ടിലുണ്ടായിരുന്ന ഒരു ഷോളും ഉമ്മച്ചിയുടെ പഴയൊരു ബ്ലൗസും ഒരു പാവാടയും എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഈ ഒരു ഗെറ്റപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഒക്കെ എടുത്തിട്ട് ഊരി വയ്ക്കും, ഡോണ്ട് വറി. ഇതൊന്നും ഇട്ടുകൊണ്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ല. മാറ്റിയിട്ട് നോർമൽ ടോപ്പ് ഇടാം, സ്കേർട്ടിൻ്റെ കൂടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അങ്കിതയുടെ ഒരു ബ്ലാക്ക് ടോപ്പും പിന്നെ ഈ മാലയും സ്കേർട്ടും പിന്നെ വേണമെങ്കിൽ ഈ ഷോൾ ഇങ്ങനെ സൈഡിൽ പിടിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. കണ്ണിലൊക്കെ മസ്കാര അങ്ങ് ആരി വിതറി അവർക്ക് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോണെയാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഫുൾ കറങ്ങിയതിന് ശേഷം വൈകുന്നേരം ജയ്സൽമേറിലേക്ക് രാത്രി ബസ് കയറും. അപ്പോൾ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ലഗേജും കൊണ്ടാണ് പോകുന്നത്. ഇതാണ് ഇന്നലെ ഞങ്ങൾ ടെറസിൽ നിന്ന് കാണിച്ച ആ വീട്. നമ്മുടെ ഐറ്റിനറിയിൽ ഇല്ലാത്ത ഒരു സ്ഥലം, ഗത്തോർ കി ചത്വേ. അത് ഇനി ചോദിക്കരുത്, ഒരു പ്രാവശ്യം കഷ്ടം. ഇന്നലെ പ്രജിൻ റീല് കണ്ടിട്ട് നമ്മൾ ഡ്രൈവർ ബയ്യനോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ ബയ്യ അങ്ങ് കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ അവിടെ വന്നേക്കണം. എന്താ പഴോ? പട്ടിയോ? ഓ, അത് മന്ദിറിലേക്കുള്ള സ്റ്റെപ്പാ. ഇത് നമുക്ക് കയറണ്ട. ഇത് മുകളിലൊരു ഹനുമാൻ മന്ദിർ ഉണ്ട്. ഇത് ഒത്തിരി 1000-ൽ കൂടുതൽ സ്റ്റെപ്പ് ഉണ്ട്. അത് നമുക്ക് കയറണ്ട. നമ്മൾ ഇവിടേക്കാണ് കയറാൻ പോണത്. ഇവിടെ ഭരിച്ചിരുന്ന കുറേ രാജാക്കന്മാരുടെ ടോംബ് ഇവിടെയാണുള്ളത്. അതാണ് ഇതിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററി. കളിക്കാം, നമുക്ക് കളിക്കാം ഏതെങ്കിലും. ഓക്കെ ഗൈസ്, ഇതാണ് പേര്, ഗത്തോർ കി ഛത്രിയ. ഞാൻ ഓടട്ടെ. രാജ്കുമാരി ഗായത്രി ദേവി. അയ്യോ, നല്ല ബാക്ക്ഗ്രൗണ്ടും. ഇറങ്ങിക്കോ. കഷ്ടപ്പാടാണ് ഗൈസ്, കേറാനോ ഇറങ്ങാനോ. നീ ഷോൾ ഇട്ടിട്ട് തിരിഞ്ഞിട്ട് അവളെ വിളിക്കണം, അപ്പൊ അവൾ ഓടും. അങ്ങനെ ചെയ്യണ്ടേ? ആദ്യം ഇവനെ ഫോക്കസ് ചെയ്. 10 3 3 4 10 9 9 9 9 9 ഫ്രജിനെ ഫ്രണ്ടിൽ നിന്ന് മാറ്, നിന്നെ എല്ലാം എടുക്കുന്നേ. നമ്മൾ ഇവിടെ വന്നത് മെയിനായിട്ട് ഇവിടെ ഒരു ടോമ്പുണ്ടല്ലോ കുറച്ച്, അത് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഫോട്ടോ സെഷൻ ഇതുവരെ കഴിഞ്ഞില്ലായിരുന്നു, ഇനി കാണാം. അയ്യോ, കറക്റ്റ് കുരങ്ങൻ. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോരുത്തരുടെ ടോമ്പാണ്. കുറേ പേര് ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന കുറേ പേര്.
അങ്കിത അമ്പലത്തിൽ പോകാനുള്ള പ്ലാനില്ല. സ്വീറ്റ് ഒന്നും വലിയ ഇഷ്ടമല്ല, പക്ഷേ ഓറഞ്ച് ലഡു ഐ ഓൾവേസ് ഫോൾ ഫോർ ഓറഞ്ച് ലഡു. ഇതിലും നല്ലത് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല എന്റെ പൊന്നു വന്നോളൂ. ഓ തലറുക. ഇവിടെ ഒരാള് രാജസ്ഥാനി ഡ്രസ് ഇട്ട് കൂടെ വന്ന 33 പേരെ കാണാനില്ല. നീന വെയിലത്ത് വരാം. മാറ്റിക്കോ. ഈ കാണുന്നതാണ് അമേർ വില്ലേജ്. ഈ അമേർ വില്ലേജിന്റെ ഇപ്പുറത്ത് പണിതേക്കുന്നതാണ് ആംബർ ഫോർട്ട്. ഇതിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്. ഈ അമേർ വില്ലേജിൽ കാണുന്ന ഈ ഒരു ജോധ അക്ബറിലെ ജോധ ജനിച്ചു വളർന്നതൊക്കെ. പിന്നെ പിന്നീട് വലുതായപ്പോഴത്തേക്കും നെഫ്യൂ ആണ് ഈ കൊട്ടാരം പണിതത്. ഈ ജോധേൻ്റെ വാപ്പ, ജോധേൻ്റെ അച്ഛൻ, ജോധയുടെ അച്ഛൻ രാജ മൻസിംഗ് ആണ് ഇവിടെ ആംബർ ഫോർട്ടിന്റെ രാജാവായിരുന്നത്. അത് പുള്ളി അക്ബറിന്റെ മന്ത്രിയും കൂടിയാണ്. അത്രയൊക്കെ ഹിസ്റ്ററി അറിയും. एंट्री गेट. ഈ കൊട്ടാരം മുഗൾസും രജ്പുത്തും ഒരുമിച്ച് ഉണ്ടാക്കിയതാ. അപ്പം അതിൻ്റെ സ്റ്റൈല് അവരുടെ ബിൽഡിങ്ങിനുണ്ട്. ഒന്നെങ്കിൽ മുഗൾസ് അല്ലെങ്കിൽ രജ്പുത്ത്, അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിൽ രണ്ടും ഉണ്ട്. ഞാൻ അങ്കിത ഇങ്ങനെ വെച്ച് പിടിച്ചങ്ങ് നടന്നു. കുറച്ചെത്തിയപ്പോഴും അറിഞ്ഞ ഇവിടെ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ പ്രജിനും ലിനോക്കെ അത് എടുക്കാൻ പോയേക്കണേ. നമ്മള് എൻട്രീന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നല്ല കാറ്റും തണലും സ്റ്റെപ്പും നല്ല തണുപ്പും. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. പാലസ് ഫോർ എ റീസൺ. അതെ, അതിനൊരു മുഗൾ ടച്ച് ഉണ്ട്. എന്താ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ്. മറ്റേ രാജാവ് അവിടെ മേലെയായിരുന്നു വന്ന് നിൽക്കുന്നത്. രണ്ട് സൈഡിലും ആൾക്കാർ വന്ന് നിൽക്കും. മന്ത്രിമാരൊക്കെ സഭ എവിടെയായിരുന്നു. ആൻഡ് പെണ്ണുങ്ങളൊക്കെ അവിടെ ഭയങ്കര പർദ്ദ ആയോണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരല്ല അവിടെ ഉണ്ടായിരുന്നു. അതെ, അയാൾ അവിടെ നോക്കണുണ്ട്. അവിടെ നിന്നൊക്കെ ആയിരിക്കും മെയിൻ റാണിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നുണ്ട്. വിളിച്ചു നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെയായിരുന്നു സഭ നടന്നിരുന്നത്. അങ്കിത ഇതെങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കണേ? പോയി കേൾക്കണം. ഗൈഡ്സിന്റെ കൂടെ പോയി. നമ്മള് ഗൈഡിനെ എടുത്തില്ല, പകരം കൊറേ പേരെടുത്തുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോയി വിളിച്ചു. ഒന്നേ പറയാനുള്ളൂ. അപ്പൊ അങ്കിത പോയി വിളിച്ചു. ഗുഡ് ലിസണർ. നാട് മൊത്തം കാണാൻ തോന്നുന്നു. പറഞ്ഞോ. രാജാക്കൾക്ക് വേണ്ടി കുളിക്കാൻ ഇവിടെ ഹമാം എന്ന് പറഞ്ഞാൽ കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടർ എല്ലാം സെപ്പറേറ്റ്. ഇതിന്റെ സൈഡിലേക്ക് ടോയ്ലറ്റ്സ് ഉണ്ടാവും. ഇത് ബാത്ടബാണ്. ഇതിന് നല്ലൊരാളുണ്ട്. ഒരു 5 ഫീറ്റ് കാണില്ല ഇത്. ഞാൻ ട്രെയിലും ആഗ്രയിലൊക്കെ കുറെ ഫോർട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ബാത്റൂം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതുണ്ടോ
കുഞ്ഞിടവഴികളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ കൊട്ടാരത്തിൽ കുറേ കുഞ്ഞ് നമുക്കറിയാത്ത കുറേ വഴികളുണ്ട്. അതായത് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ആൾക്കാർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഈ ഇതിൻ്റെ അകത്തുണ്ട്. എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇതില്ലേ, ഈ ഏരിയ മോസ്റ്റ്ലി പെണ്ണുങ്ങൾക്ക് മാത്രം അലൗഡാണ്. രാജാവിന് മാത്രം ഈ ഏരിയയിലേക്ക് എപ്പോൾ വേണേലും വരാം. ബാക്കി ഇത് ഫുൾ പെണ്ണുങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ബെഡ്റൂമൊക്കെയാ. എല്ലാം സെർവൻസ് താമസിച്ചിരുന്ന സ്ഥലമാണ്. രാജാവിൻ്റെ സെർവൻസ് താമസിച്ചിരുന്ന സ്ഥലം. രാജാ മൻസിംഗ് എന്ന് പറഞ്ഞ ആൾക്ക് 12 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ 12 റാണിമാർക്കും ഓരോ റൂമാണ്. ഈ ഓരോ റൂമിലേക്ക് പോകാനും അയാൾ ഓരോ ഇതുപോലത്തെ ഇടവഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 12 ഇടവഴികൾ ഇവിടെ ഉണ്ട്. ഇതൊരു ഇടവഴിയാണ്. ഇത് ജയിലെങ്ങാണ്ടായിരുന്നോന്ന്. നമ്മളിപ്പോൾ ജന്തർ മന്തറിലെത്തി. ഒന്നുമില്ല, ഒരു കുഞ്ഞ് ടൂറിസ്റ്റ് സ്പോട്ടാ. ഒരു ഗ്രൗണ്ടിൽ തന്നെ കുറേ വെറൈറ്റി ഓഫ് ആർക്കിടെക്ചറൽ ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വലിയതാ, ഭയങ്കര വലുതാ സാധനം. പിന്നെ ഇങ്ങനെ ഒരു സാധനം, പിന്നെ ഇങ്ങനെ ഒരു സാധനം, അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കാണിക്കാം. ആസ്ട്രോളജി റിലേറ്റഡ്. ഓ, ഞാൻ വിചാരിച്ച സയന്റിഫിക്കലി ആണെന്ന്. സോളാർ സിസ്റ്റം ഒക്കെ കാണിച്ചപ്പോൾ. ഈ ബിൽഡിംഗ് ഒരു ക്ലോക്കാണ്. ഇത് ആക്ട്സ് ആസ് എ ക്ലോക്ക്. അതെങ്ങനെയാണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. ഇപ്പുറത്തെ ഒരു ഗൈഡ് വേറെ കുറച്ച് ടീമിന് പറഞ്ഞു കൊടുക്കണ കേട്ടതാ. പിന്നെ ഇവിടെയും കുറച്ച് ഉണ്ട്. എന്തിനാ പൊന്നെ കരയണേ? എന്തിനാ എന്റെ കുഞ്ഞാവ് ഇങ്ങനെ കരയണേ? നീ എന്റെ ഫീമോളല്ലേ? ചിച്ചൂടെ നിനക്ക്? നിനക്ക് ചിച്ചൂടെ? നിനക്ക് ചിച്ചൂടെ? അതാ പറഞ്ഞ ചിച്ചോ. ഒരു കുഞ്ഞുവാവ് കഴിയണ്ട. ചിച്ചോടെ കുഞ്ഞുവാവേ. അവിടെ കുഞ്ഞുവാവ് ചിച്ചോടാ. എന്തിനാണ് കഴിയണേ? എന്തിനാണ് കഴിയണേ? എന്റെ ഫീമോളാണാ? എന്റെ ഫീമോളാണാ? ആണാ? ആണാ? ആണോ? എന്റെ പീമോള്. പീമോള് വേണോ? ഒരു പീമോള്. ഒരു പീമോളാണോ? എന്റെ പീമോളാണോ? എന്റെ പീമോളാണ്. ഒന്നിട്ട് പൊന്നെ കയ്യണ്ടാട്ടാ, കയ്യണ്ടാട്ടാ, കണ്ടോട്ടാ. ദേഖ്ലോ, ദേഖ്ലോ ബേബി, ദേഖ്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. കഴിക്കാൻ പോയപ്പോ തൊട്ട് ഈ കുഞ്ഞാവ് ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനെ കണ്ടപ്പോൾ തൊട്ട് പീഹുമോളെ തന്നെ ഓർമ്മ തന്നെ. അതിൻ്റെ പീഹുമോളെ പോലെ തന്നെ ഇരിക്കുന്ന ചെറുപ്പത്തിൽ വാവ എങ്ങനെ ഇരുന്ന് അതുപോലെ തന്നെ അതിനെ തന്നെ നോക്കണേ. അച്ചോടാ, അതിന് ഞാൻ എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കരയുണ്ട്. പക്ഷെ എന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ചിരിക്കും. അയ്യോ, എനിക്കതിനെ കണ്ടിട്ട് പീഹുമോളെ പോലെ തന്നെ ഓർമ്മയായിരുന്നു. നല്ല കുറേ ആൾക്കാർ കണ്ടോ. ഇതിൻ്റെ പേരാണ് ബൃഹത് സമ്രാട്ട് യന്ത്ര. ഇതെങ്ങനെ അങ്ങോട്ട് ഇറങ്ങി അവരൊക്കെ? ഓ, ഇറങ്ങുന്തോറും എക്കോ വന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് നമുക്കൊരു പാട്ട് പാടാം. മോതിരം മാറുവാൻ മഴവിൽ പന്തലിൽ നാണിച്ചു നിൽക്കും മുകിലിന്നോരം, ആരുടെ നെഞ്ചിലെ തകിലടി കേട്ടു ഞാൻ തമ്പുരുമീട്ടും താരശ്രുതിയിൽ. 1000 ചിറകുള്ള മോഹങ്ങളെ, 1000 ചിറകുള്ള മോഹങ്ങളെ. നമ്മൾ ജന്തർ മന്തറിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടിപ്പുറത്താണ് സിറ്റി പാലസ്. അപ്പോൾ സിറ്റി പാലസിൻ്റെ ഒരു ബ്രോഷർ നമുക്ക് പുറത്തുനിന്ന് കിട്ടി.
അതിൻ്റെ ഒരു ഐഡിയ അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്കും അങ്ങോട്ട് വേണ്ടാന്ന് തോന്നി. അതുകൊണ്ട് ഞാനും ഇങ്ങനെ കേറിയിട്ടില്ല ഇതുവരെ. അവർ 3 പേരും കയറി. ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഏരിയകളുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ വ്ളോഗിലേക്ക് നോക്കിക്കൊണ്ട് അന്തം വിട്ട് നിൽക്കണ കുറച്ച് പിള്ളേർ അവിടെ. ഫെമിനിൻ ടച്ച് ഇതിനല്ലേ. ഇവിടെ ഒരു വളയ്ക്കും മാലയ്ക്കും വേണ്ടി മാത്രം ഒരു ഷോപ്പുണ്ട്. കുറേ നല്ല നല്ല മാലകളുണ്ട്. ചോക്കേഴ്സ്, नेकलेसेस. यूट्यूब पे डालेंगे? हाँ डालते हैं ना. तो നല്ല ഉണ്ട്. ये कितने है भैया? ये पल्स का 250 का. 250 पल्स है पल्स. പേൾസ് ആണെന്നാ പറയണേ. ബട്ട് भैया बहुत महंगा है. 230 नो 100 पे देंगे. 100 भैया. पल्स महंगा आता है ये. प्योर पर्स नहीं है तो आप भी जानते हैं, मैं भी जानते हैं. प्योर पर्स नहीं है. 350 बस. 300 टोटल 300. ठीक है. एडजस्टेबल. ഞാനൊക്കെ ലോക്കൽ ലുക്കായി. നീ ഒക്കത്തൊക്കെ എടുത്ത് കുത്തി വെച്ചിട്ടാണ് നടന്നത്. ഷോളൊക്കെ രാജസ്ഥാനി വീണ്ടും ഇരുട്ടി തുടങ്ങിയ ഞാൻ നോക്കുമ്പോ ഒരാള് നട റോട്ടിൽ കൂടെ. ഒരു ചെറിയ വഴി. ഈ മനുഷ്യന്മാരും വണ്ടികളും എല്ലാം കൂടെ ഗൈസ്. ജയ്പൂരില് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഒരു സ്പോട്ടേ ഉള്ളൂ. ഈ സിറ്റി പാലസ്, ജന്തർ മന്തർ, ഹവാമഹലിന്റെ കണക്ഷൻ റോഡിൽ. ഇവിടെയാണ് ഏറ്റവും ചീപ്പ് റേറ്റിനെല്ലാം കിട്ടണേ. നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് നോക്കിയ സെയിം ഡ്രസ്സ് 850 റുപ്പീസ് വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞത് എനിക്ക് 300 റുപ്പീസിന് ഇവിടെ കിട്ടി. സ്കേർട്ട് 750 പറഞ്ഞിരുന്നത് എനിക്ക് 200 റുപ്പീസിന് കിട്ടി. അപ്പോൾ ഏറ്റവും ചീപ്പ് മാർക്കറ്റ് ജയ്പൂരിൽ നോക്കണമെങ്കിൽ അത് ഈ റോഡിലാണ്. സിറ്റി പാലസ്, ഹവാമഹൽ കണക്ഷൻ റോഡ്. കുതിര കമ്മല്. നമ്മള് ഇപ്പൊ ഹവാമഹലിലേക്ക് നടക്കുക. അപ്പൊ നമ്മള് പരസ്പരം ഒരു തീരുമാനം എടുത്ത് ഹവാമഹൽ എത്തുന്ന വരെ ലെഫ്റ്റ് റൈറ്റ് നോക്കത്തില്ല. നോക്കിയാ ഷോപ്പിങ്ങിന് പോകും. ഹവാമഹൽ അവിടെ തീർന്നു. നല്ല ക്വാളിറ്റി ബാഗ്സാ. 350 എന്ന് പറഞ്ഞാ നമ്മള് പറഞ്ഞു 200 പറഞ്ഞു. 200. ഇതാണ് നമ്മൾ എല്ലാ റീൽസിലും കാണുന്ന ഹവാമഹൽ. നമ്മുടെ പാലസിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡാൻസ് കളിക്കണം. അതും അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഞങ്ങൾ ക്രോസ് ചെയ്യാമോ? റോഡിന്റെ നൈക്കിൽ കൂടെ സൈക്കിൾ പോവും, പിന്നെ നമ്മൾ പോവും, വേണേ വണ്ടി പോവും. ഗൈസ് നമ്മൾ നേരെ റോഡിന്റെ ഓപ്പോസിറ്റ് വന്നപ്പോഴത്തേക്കും ഹവാമഹലിന്റെ ഭംഗി നോക്കിക്കേ. വാവ്, ഇതാണ് എല്ലാ റീൽസിലും കാണുന്ന ഈ ജയ്പൂരിലെ മെയിൻ ഐറ്റം. പക്ഷെ ഇത് ജസ്റ്റ് റോഡ് സൈഡിലുള്ള ഒരു ബിൽഡിംഗ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. എന്ത് പൊന്നോ ഭയ്യ, ये सब कितना है ഗൈസ്? അങ്ങനെ എല്ലാം കഴിഞ്ഞ് ജയ്പൂരിലെ തെരുവുകളിൽ കുറച്ച് ഫോറിനേഴ്സ് ആയിരുന്നു ഇവിടെ. പ്രജിത്ത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ജയ്പൂരിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഹവാമഹൽ കണ്ട് ഷോപ്പിങ്ങും കുറച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഡ്രൈവർ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ നിന്ന് ഞങ്ങളെ ബസ്സിൽ കൊണ്ടുവിടും. ബസ്സിൽ കയറി ഞങ്ങൾ നേരെ ഇൻഷാല്ലാ ജയ്സൽമറിലേക്ക് പോകും. അതാണ് ഇപ്പോൾ പ്ലാൻ. ഇനി ജയ്സൽമർ കഥകൾ
ബാക്കി പിന്നെ കാണാം. ഓക്കെ, ബൈ. ചേച്ചി കണ്ടില്ല. ആ കണ്ടു, പിങ്ക് സിറ്റി കാർണിവൽ. സാറ്റർഡേ നൈറ്റ്, സാറ്റർഡേ ഈവനിങ് ആണ് 1 ഫെബ്രുവരി. അന്നാണ് വിനോവും പ്രജിനും അവിടെ സെറ്റായി, അങ്കിതയും നീന ഇവിടെ സെറ്റായി, ഞാൻ ഒറ്റയ്ക്കാം. ഞാൻ സ്ലീപ്പറിൽ ആദ്യമായിട്ട് ഉറങ്ങാൻ അല്ല കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഓക്കെ, see you in my next vlog.